2017 ഞാൻ CAക്ക് പഠിക്കുമ്പോൾ അത്ര പോപ്പുലർ അല്ലാത്ത, അധികം കേട്ടുപരിചയം ഇല്ലാത്ത ഒരു കോഴ്സായിരുന്നു ACCA. ബട്ട് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന, ഓരോ പാരൻസും സ്റ്റുഡൻസും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളോട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് മാറിയിട്ടുണ്ട് ACCA എന്നുള്ളത്. കഴിഞ്ഞ ഈ 8 വർഷത്തിൽ കൊമേഴ്സിനുണ്ടായ ഈ മൂവും ACCA പോലത്തെയുള്ള കോഴ്സുകളുടെ അപ്സും ഡൗൺസും പേഴ്സണലി വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതേ കാലയളവിൽ ഓൾമോസ്റ്റ് 1000+ ACCA സ്റ്റുഡൻസിനെ അവരുടെ ആ ജേണിയിൽ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 2025 ACCA ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, 2025 ACCA എന്ന കോഴ്സ് പെർസ്യൂ ചെയ്യുന്നത് വർത്ത് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ്. ഈ ഒരു വീഡിയോ 3 പാർട്ടായിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ACCA, ദ ഗുഡ്, ദി ബാഡ് ആൻഡ് ദി അഗ്ലി. ആൻഡ് 2025 ACCA ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് സജഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ഗുഡ് പാർട്ട്, ഫ്ലെക്സിബിലിറ്റി. ACCAയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ACCA ഓഫർ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് ഒരു പേപ്പർ നമ്മൾ പഠിച്ച് എഴുതി പാസ്സായാൽ ആ പേപ്പർ അവിടെ കഴിഞ്ഞു. ടോട്ടൽ 13 പേപ്പേഴ്സ് ഉള്ളതിൽ ഓരോ സെഷനിലും ഓരോ പേപ്പർ വെച്ച് എഴുതി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ACCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ CA കൺസിഡർ ചെയ്താൽ അവിടെ ഗ്രൂപ്പ് സിസ്റ്റമാണ് വരുന്നത്. ഇൻ്റർലേക്കൊക്കെ വരുമ്പോൾ 2 ഗ്രൂപ്പ് ഉണ്ടാവും. ഓരോ ഗ്രൂപ്പിലും 3 പേപ്പേഴ്സ് വെച്ച് വരുന്നുണ്ട്. ഈ 3 പേപ്പറും സെയിം അറ്റംപ്റ്റിൽ നമ്മൾ പാസ്സാവണം. അഗ്രിഗേറ്റ് സ്കോറും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവണം. CMA എടുത്താലും CMA US എടുത്താലും അങ്ങനെയാണ്. ഒരു പാർട്ടിൽ തന്നെ 6 പേപ്പേഴ്സ് വരുന്നുണ്ടാവും. ACCAയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഗ്രൂപ്പ് സിസ്റ്റമോ പാർട്ട് സിസ്റ്റമോ ഒന്നും വരുന്നില്ല. വൺസ് നിങ്ങളൊരു പേപ്പർ കംപ്ലീറ്റ് ചെയ്താൽ അത് ഡണ്ണാണ്. വീണ്ടും ആ പേപ്പർ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ 1 by 1 എന്നുള്ള രീതിയിൽ ഓരോ പേപ്പർ ചൂസ് ചെയ്ത് അത് പഠിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എക്സാം എഴുതാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ACCA നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഏറ്റവും വലിയ അവരുടെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ACCA എന്നുള്ള കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷനാണ്. അല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ്. നോർമലി BComോ BBA പോലത്തെ ഒരു ഡിഗ്രി കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത്. 3 to 4 ഇയേഴ്സ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ബട്ട് ACCA പോലെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഒരു 2 to 3 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്കിത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ചെറിയൊരു കാലയളവിൽ തന്നെ ഇതുപോലെയുള്ളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ഗുഡ് ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഹൈലി ടെക് ഡ്രിവൺ ആയിട്ടുള്ള ഇവരുടെ സിലബസ് ആണ്. നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, 2027 മുതൽ ACCAയുടെ സിലബസ് അവർ റീഫ്രെയിം ചെയ്യുകയാണ്. അതിൽ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ പോലും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെയുള്ള ചരിത്രം നോക്കിയാലും എല്ലാ സെപ്റ്റംബറിലും അവർ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അവർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. 2025 മുതൽ PM പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പേപ്പറിൽ നമ്മുടെ പഠിത്തത്തിന് സഹായത്തിനായി അവരുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമായ സ്റ്റഡി ഹബിൽ AIയുടെ ഒരു അസിസ്റ്റൻസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മോട്ടോ തന്നെ തിങ്ക് അഹെഡ് എന്നാണ്. അത് വെറും വാക്കുകളിൽ മാത്രം അവർ ഒതുക്കുന്നില്ല. അവർ ഫ്രെയിം ചെയ്യുന്ന എല്ലാ സിലബസിലും നമുക്ക് പഠിക്കാനുള്ള പോർഷൻസിലും കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ഒരു നല്ല വശമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ACCAയുടെ ഗ്ലോബൽ അക്സെപ്റ്റൻസ് ആണ്. ഓവർ 180 കൺട്രീസിൽ ഈ കോഴ്സ് അക്സെപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആണ്. അതിൻ്റെ കാരണം അവർ ഫോളോ ചെയ്യുന്നത് IFRS ആണ്. IFRS 140+ കൺട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ CA നോക്കിയാൽ ഇന്ത്യൻ AS ആണ് അവർ ഫോളോ ചെയ്യുന്നത്. CMA US പോലത്തുള്ള കോഴ്സുകളിൽ US ഗ്യാപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുന്ന കൺട്രീസും കുറവാണ്. ACCAയിലേക്ക് വരുമ്പോൾ IFRS ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കൺട്രീസ് യൂസ് ചെയ്യുന്ന IFRS ആയതുകൊണ്ട് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ACCA എന്നുള്ളത്. പിന്നെ പറയാനുള്ളത് ACCA ബോഡിയെ കുറിച്ചാണ്. ഹൈലി വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ACCA. മാക്സിമം BCom കഴിഞ്ഞ സ്റ്റുഡൻസിനാണെങ്കിൽ അവർ 5 പേപ്പേഴ്സ് എക്സംഷൻ കൊടുത്ത് ACCAയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. CA ഇൻ്റർ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് 6 പേപ്പേഴ്സും CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 9 പേപ്പേഴ്സ് വരെ എക്സംഷൻ കൊടുത്ത് അവർ ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സോ മാക്സിമം ആൾക്കാർ ACCA പഠിക്കുക, കൂടുതൽ കുട്ടികൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആഗ്രഹം. മറ്റേത് പ്രൊഫഷണൽ കോഴ്സ് നോക്കിയാലും കുറേ റെസ്ട്രിക്ഷൻസ് അവർ ഈ എൻട്രിക്ക് വെക്കുന്നുണ്ട്.
ബട്ട് ACCAയിലേക്ക് വരുമ്പോൾ അവർ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ബോഡിയാണ്. ഏത് സ്ട്രീമിൽ നിന്നുള്ള സ്റ്റുഡൻസിനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അവരുടെ സിലബസും ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത് ഒരേ സമയം പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. സോ ACCAയുടെ നല്ല വശങ്ങൾ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ ACCAയുടെ ബെനിഫിറ്റ്സ് പറഞ്ഞതുകൊണ്ട് തന്നെ കോഴ്സ് ACCAയ്ക്ക് കുറച്ച് ബാഡ് സൈഡ്സും ഉണ്ട്, അല്ലെങ്കിൽ ACCA എടുക്കണോ എന്ന് നമ്മൾ രണ്ടാമത് ചിന്തിപ്പിക്കുന്ന കുറച്ച് കാരണങ്ങളുമുണ്ട്. അതിൽ മേജറായി എല്ലാവരും പറയാറ്, ഇപ്പോൾ കുറേ പേര് ACCAയ്ക്ക് വന്ന് ജോയിൻ ചെയ്യുന്നില്ലേ, ഞങ്ങൾക്ക് ACCA പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ ഓവർ സപ്ലൈ അല്ലേ നടക്കുന്നത് എന്നുള്ളത് ഒരു രീതിയിൽ ചിന്തിച്ചാൽ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ACCA അവരുടെ പാസ് പെർസെൻറ്റേജ് 40 to 50% എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കൗണ്ട് ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. മുന്നേ ഒരു 100 അല്ലെങ്കിൽ 1000 പേരാണ് ACCAയ്ക്ക് വന്ന് ചേരുന്നതെങ്കിൽ അതിലൊരു 40 അല്ലെങ്കിൽ 400 കുട്ടികളാണ് പാസ്സായി പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ 1,00,000 പേര് ACCAയ്ക്ക് ജോയിൻ ചെയ്യുമ്പോൾ 40,000 പേര് പാസ്സായി പോകുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു സപ്ലൈ ഡിമാൻഡ് ബാലൻസ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മേജറായിട്ടുള്ള ഒരു കൺസേൺ തന്നെയാണ്, എസ്പെഷ്യലി ഇൻ കേരള. രണ്ടാമത് ACCAയുടെ ഒരു ബാഡ് സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റീസെൻ്റ്ലി ഇത് ക്വാളിഫൈഡ് ആയിട്ട് വരുന്നുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ബെനിഫിറ്റ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ ചെറിയ ഒരു കാലയളവിൽ ഒരു 2 to 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ACCA എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് നോക്കി മാത്രം ACCA ചൂസ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് സ്വയം അപ്ഗ്രേഡഡ് ആവണം, അപ്സ്കിൽഡ് ആവണം എന്നുള്ള ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല. ഒരു 3 വർഷം കൊണ്ട് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് നേടിയെടുക്കാൻ സാധിക്കണം. ആ ഒരു ഒറ്റ മോട്ടീവിൻ്റെ പുറത്തായിരിക്കും അവർ വരുന്നത്. സോ വൺസ് ഇവർ പാസ്സായി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ടാവില്ല. കാരണം പേപ്പറിൽ മാത്രമാണ് അവർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളത്. അവരുടെ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആ സ്റ്റുഡൻസിന് ഉണ്ടാവില്ല. അടുത്ത ഒരു മോശം വശമായി എനിക്ക് പറയാനുള്ളത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ് വെൻ കമ്പയർഡ് ടു ഇന്ത്യൻ CA അല്ലെങ്കിൽ ഒരു CMA USA. ഇന്ത്യൻ CAയോ CMA USAയോ പോലത്തെ കോഴ്സുകളാണെങ്കിൽ ഒരു 1 to 1.5 lakhs നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബട്ട് ACCAയിലേക്ക് വരുമ്പോൾ 4 to 5 lakhs എന്നുള്ളൊരു ചിലവ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ബട്ട് അതേ സമയം MBBSോ എഞ്ചിനീയറിങ്ങോ MBA പോലത്തെ കോഴ്സുകളായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇത് ചീപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സുമാണ്. ഫൈനലി CAയും ACCAയും പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്രയൊക്കെ ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്, ഡ്യൂറേഷൻ വരും എന്ന് പറഞ്ഞാലും CAക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ ഇന്ത്യയിൽ ACCAയ്ക്ക് കിട്ടുന്നുണ്ടാവില്ല. കാരണം സൈനിങ് അതോറിറ്റി ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ CAസിന് മാത്രമാണ്. ACCAയ്ക്ക് ഇന്ത്യയിൽ ഇവിടെ സൈനിങ് അതോറിറ്റി ഉണ്ടായിരിക്കില്ല. ഇതുവരെ ACCAയുടെ കുറച്ച് ഗുഡ് സൈഡ്സും നമ്മൾ പറഞ്ഞു, കുറച്ച് ബാഡ് സൈഡ്സും പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് ബിറ്റർ ട്രൂത്ത് കൂടി നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. യെസ്, ദി അഗ്ലി സൈഡ്. വൺസ് ACCAയിലെ 13 പേപ്പേഴ്സും നിങ്ങൾ പാസ്സായി ഒരു ACCA അഫിലിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയായിരിക്കും? ഒരു 8 to 10 LPA അല്ലെങ്കിൽ പ്രതിമാസം ഒരു 70,000 രൂപ കിട്ടും എന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടുത്തെ ഫോൾസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അക്കാഡമീസ് ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇനീഷ്യൽ ഫേസിൽ ഒരു 20,000 to 30,000 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുന്ന സാലറി. പേഴ്സണലി എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് പല അഫിലിയേറ്റ്സും ഈവൻ 15,000 റുപ്പീസിന് പോലും വർക്ക് ചെയ്യുന്നവർ. സോ മന്ത്ലി 70,000 അല്ലെങ്കിൽ 80,000 എന്നുള്ള ഒരു സാലറി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്നല്ല, കിട്ടുന്നവരും ഉണ്ട്. പക്ഷേ ഇവിടെ ഇവർ മാർക്കറ്റ് ചെയ്യുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാലറി അല്ല ഈ 70,000 or 80,000. ഓൺ ആൻ ആവറേജ് ഒരു 30,000 എന്നുള്ള സാലറി വെച്ചായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു ACCA അഫിലിയേറ്റ് ആണെങ്കിൽ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ACCA അഫിലിയേറ്റ് ആവുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് എക്സ്പീരിയൻസും കൂടി വരുമ്പോഴാണ്, 3 years എക്സ്പീരിയൻസ് കൂടി വരുമ്പോഴാണ് നിങ്ങളൊരു ACCA മെമ്പർ ആവുന്നുണ്ടാവുക. അത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാലറി ലെവലിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ആൻഡ് എപ്പോഴും അറിഞ്ഞിരുന്നോളുക, ACCA ആണെങ്കിലും ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഒരു വിസിറ്റിംഗ് കാർഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ എത്താൻ പോകുന്ന ഹൈറ്റ്സും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറിയും പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ സ്കിൽസാണ്. സോ ക്വാളിഫിക്കേഷൻ നേടുന്നതിനൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമാണ് ഈ മൈൻഡ് ബ്ലോയിങ് ആയിട്ട് ഇവർ അഡ്വർടൈസ് ചെയ്യുന്ന ഈ ഒരു സാലറി ലെവലിലേക്ക്, ഒരു പാക്കേജിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടാവും. സോ ഈ ഹ്യൂജ് സാലറി മിത്സ് ആണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയിട്ടുള്ള അഗ്ലി സൈഡ്. രണ്ടാമതായിട്ട് തോന്നിയിരിക്കുന്നത് ഈ എക്സംഷൻസ് ട്രാപ്പാണ്. 5 പേപ്പർ എക്സംഷൻ, ഈവൻ 9 പേപ്പർ വരെ എക്സംഷൻ കൊടുക്കുന്നുണ്ട്.
സോ അവർക്ക് ലാസ്റ്റ് പ്രൊഫഷണൽ ലെവലിലെ ലെവലിലെ 4 പേപ്പേഴ്സ് മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഒരു ട്രാപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇത്രയും പേപ്പർ എക്സംഷൻസ് കിട്ടിയതുകൊണ്ട് തന്നെ വെറും 4 പേപ്പർ എഴുതിയാൽ ഞാൻ ECCA ആയല്ലോ എന്ന് വിചാരിച്ച് കുറേ കുട്ടികൾ വന്ന് ചേരുന്നുണ്ട്. ബട്ട് അവർ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ആ ഒരു എൻജോയ്മെൻറ്റ് മൂഡ് കഴിഞ്ഞ് നേരെ ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ അതും പീക്കായിട്ടുള്ള ലെവലിൽ ഡയറക്റ്റ്ലി എഴുതുമ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പല സ്റ്റുഡൻസും സ്ട്രഗിൾ ചെയ്യുന്നത് പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ എക്സംഷൻസ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് വഴി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട്. ACCAയുടെ ബേസിക് ആയിട്ടുള്ള ലെവലിലെയും സ്കിൽ ലെവലിലെയും 6 അല്ലെങ്കിൽ 9 പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ഒരിക്കലും ഒരു ഡിഗ്രി വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ ഈ ഡിഗ്രി BCom പോലെയുള്ള ഒരു ഡിഗ്രി ചെയ്തവർക്ക് തന്നെ 6 പേപ്പർ എക്സംഷൻ, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom ചെയ്തവർക്ക് 9 പേപ്പർ എക്സംഷൻസ് കൊടുക്കുന്നത് അവർക്ക് തന്നെ പിന്നീട് ACCA ചെയ്യുമ്പോൾ ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. എക്സംഷൻസ് കൊടുക്കുന്നത് ഒരിക്കലും തെറ്റാണ് എന്നുള്ളൊരു അവകാശവാദം എനിക്കില്ല. CA കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് 9 പേപ്പർ എക്സംഷൻ കൊടുക്കുന്നുണ്ട്, അതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം CA കഴിഞ്ഞ ഒരാൾക്ക് അവിടെ നിന്ന് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നോളജ് അവിടെ ഉണ്ടാവും. സോ അതുപോലെ ആർക്കൊക്കെയാണോ എക്സംഷൻസ് കൊടുക്കുന്നത് ആ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ 9 പേപ്പേഴ്സിൽ നിന്ന് ACCAയിൽ നിന്ന് കിട്ടുന്ന നോളജ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നോളജ് അവർക്കും ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ എക്സംഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും, ഇത് വന്ന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെയായിരിക്കും പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇതുവരെ ACCAയുടെ ഗുഡ് സൈഡ് നോക്കി, ബാഡ് സൈഡ് നോക്കി, അഗ്ലി സൈഡ് നോക്കി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എ ബിഗ് താങ്ക്സ്. സോ ഞങ്ങളിവിടെ ആസ്ട്ര സ്കൂളിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി അൺബയാസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസും ഞങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സെയിം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് പ്രൊഫഷണൽ കോഴ്സുകൾ വളരെ സിമ്പിളായി കുറച്ചുകൂടെ ഡിഫറെൻ്റായി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇത്. സോ ഇതുപോലെ ACCA റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസിന് അതിപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആവാം, ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവാം, ACCAയിൽ നിങ്ങളുടെ ജേണിയിൽ ഏത് രീതിയിലും ഹെൽപ്പ് ചെയ്യാവുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഈ ചാനലിൽ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ACCA എന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടായിരുന്നു, ഈസ് ACCA റെലവൻറ്റ് ഇൻ 2025? ആൻഡ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഈ ഗുഡ് സൈഡ്, ഈ ബാഡ് സൈഡ്, ഈ അഗ്ലി സൈഡ് ഇതെല്ലാം കൺസിഡർ ചെയ്ത് നോക്കിയാലും സ്റ്റിൽ ACCA റെലവൻ്റ് ആണ് എന്ന് തന്നെയുള്ളത്. അതിന് കാരണം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ACCA എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 180+ കൺട്രീസിൽ ഇതിന് ഗ്ലോബൽ അക്സെപ്റ്റൻസ് വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഫിനാൻസ് എന്നുള്ള മേഖല തന്നെ ഗ്ലോബലി ഒരു ബൂമിങ് സ്റ്റേജിലാണ്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ യെസ്, 2025-ലും ACCA വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് കോഴ്സ് തന്നെയാണ്. ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ച് പേഴ്സണൽ അഡ്വൈസ് കൂടി തന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ +2 കഴിഞ്ഞ് ACCAക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലെവൽ ആദ്യത്തെ 4 പേപ്പർ എക്സാംസ് ഉണ്ടാവുക ഓൺ ഡിമാൻഡ് എക്സാംസ് ആയിരിക്കും. അതായത് എപ്പോഴാണോ നിങ്ങൾ പഠിച്ചു കഴിയുന്നത്, എപ്പോഴാണോ എക്സാമിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്, അപ്പോൾ മാത്രം നിങ്ങൾക്ക് എക്സാം എഴുതിയാൽ മതി. സോ ഇത് നിങ്ങൾക്കൊരു കംഫർട്ട് തരുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ഈ ഒരു ജേർണീനെ പരമാവധി നീട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ലാഗ് ആക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. സോ ഒരിക്കലും ആ ഒരു ട്രാപ്പിൽ വീഴരുത്. നിങ്ങൾ എക്സാം എന്ന് എഴുതുമെന്ന് ആദ്യമേ ഫിക്സ് ചെയ്യുക. ഇത് ലെവൽ സ്റ്റുഡൻസിനോട് പറയാനുള്ളതാണ്. സോ +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്ന് നിങ്ങൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യും, എന്നായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടാവുക എന്നുള്ള ഡേറ്റ് ആദ്യം തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ടാവണം. ഒരിക്കലും പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതാം എന്ന് പറഞ്ഞ് നീട്ടി പോകുന്നുണ്ടാവില്ല. സോ ഇനി ഒരു കാര്യം കൂടി, പണ്ട് ഞാനൊരു IASകാരൻ്റെ ഇൻ്റർവ്യൂ കാണുന്നുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊരു IAS ഓഫീസറായിട്ട് ചിന്തിച്ചു തുടങ്ങേണ്ടത് IAS എക്സാമും ക്ലിയർ ചെയ്ത് IAS ഓഫീസറായി കഴിഞ്ഞിട്ടല്ല. എപ്പോൾ തൊട്ടാണോ ഒരു IASകാരനാണോ നിങ്ങൾ ആസ്പയർ ചെയ്യുന്നത്, വൺസ് IAS ആസ്പയറൻ്റായി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് എന്നാണോ അന്ന് മുതലേ ഒരു IAS ഓഫീസർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇതേ കാര്യം ഒരു ACCA സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് സ്റ്റുഡൻറ്റിനും ആപ്ലിക്കബിൾ ആണ്. എന്ന് മുതലാണോ നിങ്ങൾ ACCA പഠിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് അന്ന് മുതൽ തന്നെ ഒരു ഫിനാൻസ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ തിങ്ക് ചെയ്യാനും നിങ്ങൾ നെറ്റ്വർക്കിംഗ് ചെയ്യാനും. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ വൺസ് ACCAയുടെ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാവരുത് നിങ്ങളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ തുടങ്ങാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാനും സോഫ്റ്റ് സ്കിൽസിന് വേണ്ട ട്രെയിനിങ് എടുക്കാനും ഒക്കെ.
എപ്പോഴാണോ നിങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ നെറ്റ്വർക്കിങ്ങും അഡീഷണൽ സ്കിൽസ് ആയിട്ടുള്ള എക്സലോ പവർ ബി ഐയോ ഇതുപോലെയുള്ള വാല്യൂ അഡീഷൻ തരുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകളും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകുന്നതാണ്. സോ വൺസ് 13 പേപ്പർ കംപ്ലീറ്റ് ആകുമ്പോൾ ഇൻഡസ്ട്രിയിൽ കോമ്പീറ്റൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് എൽദോസ് ജോൺ സൈനിങ് ഓഫ്.